അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സിറാജ്. ഞാൻ ഈ പൂന്തറ പരുത്തിക്കുഴി പ്രദേശത്തുകാരനാണ്. ഞാൻ ചോദിക്കുന്നത് ബഹുമാന്യരായ കേരളമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്, പണ്ഡിതരാണ് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഇവിടെ ഒരു വിഭാഗം തൗഹീദിൻ്റെ പ്രവർത്തകരായ ദഅവത്ത് നടത്തുന്ന, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൃത്യമായ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മേൽ നിങ്ങളുടെ പ്രവർത്തകർ വ്യക്തമായി ശിർക്ക് ആരോപിക്കുകയാണ്. അവർ ജിന്നിനെ വിളിച്ച് തേടുന്നവരാണ്, അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അവർ ജിന്നിനോട് സംസാരിക്കുന്നവരാണ്, അവർ ജിന്നുവാദികളാണ്, അവർ ജിന്നൂരികളെന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ നിങ്ങളുടെ പ്രവർത്തകർ കളിയാക്കുന്നുണ്ട്. അവഹേളനങ്ങൾ ഒരുപാട്, അത് ആ പ്രവർത്തകർ, അതിൻ്റെ ആളുകൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, ഇവരുടെ പണ്ഡിതന്മാരുടെ ഒരുപാട് വേദികളിൽ അവരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, അവരൊരിടത്തും ഈ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ അവരൊരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു വേദിയിലും അവർ പറഞ്ഞില്ല. മറ്റൊന്ന്, അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യമല്ലേ, ഒന്ന് മൈക്ക് കൊടുക്ക്. എനിക്ക് മൂപ്പരെടുത്ത് മറുപടി കിട്ടുന്നുണ്ട്. മൈക്ക് മൂപ്പരെടുത്ത് കൊടുക്കും. ഞാൻ നേരത്തെ ഇവിടെ കേൾപ്പിച്ച ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടു. അതിലെന്താ പറഞ്ഞത്? അതിലൊരിടത്തും അദ്ദേഹം ജിന്നിനോട് ചോദിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാന്ന് അദ്ദേഹം പറയും. പ്രാർത്ഥിച്ച ശിർക്കൽ തേടിയാൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞോ? താല്പര്യങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഇറങ്ങും. ഞാൻ ആരോപിക്കുന്നതോ അല്ലയോ എന്നുള്ള നിങ്ങൾക്ക് തീരുമാനിച്ചോ? ഇവിടെ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ. ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വാദപ്രതിവാദത്തിന് എഴുതിയ വ്യവസ്ഥയിൽ പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് ഒന്നല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? എല്ലാം ശിർക്കാണ്. മനുഷ്യൻ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ്, പൂർണ്ണമായും ശിർക്കാണ്. അതേ വാദമാണോ നിങ്ങൾ ഫൈസൽ മുസ്ലിയാരും അതേപോലെ ഇവരുടെ ആളുകളൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടത്? 2012 മുമ്പ് 2012 ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതല്ലേ പറയേണ്ടത്. അല്ല, നമ്മള് ദീന് പറയാ. 2012 അവിടെ നിൽക്കട്ടെ. ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ പറഞ്ഞല്ലോ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലോ. അതാണ് നിങ്ങളെ വാദം. നിങ്ങൾ പറഞ്ഞല്ലോ. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരുവനന്തപുരത്തുകാരനാണല്ലോ. നിങ്ങൾ തിരുവനന്തപുരം വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് വാങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാം, ഈ നാട്ടുകാരെന്നുള്ളവർക്ക് ഹക്കീം കയുടെ കയ്യിൽ കൊടുത്താൽ അടുത്തയാഴ്ച ഈ സ്ഥലത്ത് പരിപാടി വെച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ആരോപണമായി ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനും ഈ സമൂഹത്തോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ അതിന് തയ്യാറാണോ? വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ്, ശിർക്കാവാത്ത ഒരു സഹായാർത്ഥനയും ഇല്ല എന്ന് വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്ത് വാങ്ങിത്തരാൻ നിങ്ങൾ തയ്യാറാണോ? ബഹുമാന്യനായ ഹനീഫ് കായിക്കൂടി അങ്ങ് എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ പറയുന്ന ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്ന്, ഞാൻ അവരുടെ പ്രവർത്തകനല്ല. ഞാനൊരു ഈ പ്രദേശത്ത് അറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് ആരോപണം അല്ലോ എന്നുള്ളത് ഞാൻ പറയാം. ഇത് വിസ്ഡം ഓർഗനൈസേഷന്റെ സംസ്ഥാന കമ്മിറ്റി എഴുതിയ കത്താണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചു, ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്നാണോ നിങ്ങളുടെ വാദം? ഒരു സംശയമില്ലാതെ നിങ്ങൾ പറഞ്ഞു അതെ, ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ്. എന്നാൽ വിസ്ഡം വിഭാഗം എഴുതിയ കത്ത്, അറബികൾക്ക് വേണ്ടി എഴുതി കൊടുത്ത കത്ത്, ഈ കത്ത് ഞാൻ വായിക്കാം. സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടതിൽ ഖൗലിഹി തആല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ
ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വ അമ്മൽ ഇസ്തിആനതു ബിൽ ജാന്നി, എന്നാൽ ജിന്നിനോടുള്ള സഹായാർത്ഥനകൾ ഫതഫ്സീലുഹാ അലൻ നഹ്വി താലി, അതിന്റെ വിശദ വിവരങ്ങൾ താഴെ പറയുന്ന രൂപത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിന് അങ്ങനെ രണ്ട് വ്യത്യസ്ത വീക്ഷണമില്ല. അദ്ദേഹം പറയുന്നു ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനയും ശിർക്കാണ്. എന്നാൽ വിസ്ഡം വിഭാഗം പറയുന്നു അതിൽ വിശദമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, അന്നൗഉൽ അവ്വൽ അൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായാർത്ഥന ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഫഹാദാ ശിർക്കുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല, ഇത് മില്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന ശിർക്കാകുന്നു. അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജിന്നിനോട് തേടിയാൽ അത് ശിർക്ക്. അതായത് സ്വർഗത്തിൽ എത്തിക്കണേ എന്ന് ജിന്നിനോട് തേടിയാൽ ശിർക്ക്, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ജിന്നിനോട് തേടിയാൽ ശിർക്ക്. അപ്പൊ ഇങ്ങനെ അള്ളാഹിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ ജിന്നിനോട് തേടിയാൽ ശിർക്ക്. ഒന്ന്, ചോദ്യകർത്താവിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇത് രണ്ടുണ്ട്. ഇല്ല, അദ്ദേഹം ഞാൻ ചോദിച്ചപ്പോ കൃത്യമായി സമ്മതിച്ചു, ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ശിർക്ക്. എന്നാൽ അടുത്ത അമ്മന്നോസാനി, രണ്ടാമത്തെ ഇനം ഫഹുവ അൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായതേട്ടമാണ്. ഏത് ജിന്നിനോടുള്ള? അൽ ഹയ്യി അൽ ഹാലിരി അൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹി, ഹയ്യായ ജിന്നിനോട്, ജീവിച്ചിരിക്കുന്ന ജിന്നി. ഇത് എന്റെ ആരോപണമല്ല കേട്ടോ, ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര കൺവീനറായ PN അബ്ദുൽ ലത്തീഫ് മദനി ഒപ്പിട്ട് നൽകിയ കത്താണ്. ഈ പണ്ട് കാലത്തൊന്നുമല്ല, ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ, ഏതാണ്ട് ഒരു കൊല്ലാൻ പോണേ ഉള്ളൂ, ഈ ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 19 എഴുതി ഒപ്പിട്ട കത്താണ്. ഈ കത്തിലാണ് പറയുന്നത് അന്നൽ ഇസ്തിആനത ബിൽ ജാന്നി അമ്മൻ നൗസാനി, രണ്ടാമത്തേത് ഫഹുവൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായാർത്ഥന. ഏത് ജിന്നിനോട്? അൽ ഹയ്യി, ഹയ്യായ ജീവിച്ചിരിക്കുന്ന ജിന്നിനോട്, അൽ ഹാലിരി, ഹാലിറായ ഹാജറുള്ള ജിന്നിനോട്, അൽ ഖാദിരി, കഴിവുള്ള ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥന ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ. ഇപ്പോ ഇവിടുന്ന് ആ കസേര ഒന്ന് എടുത്തേരോ എന്നത് ഈ സുഹൃത്തിന് കഴിയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് കഴിയുന്ന ഒരു കാര്യം. ഞാൻ പറയാ, ജിന്നെ, ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാ, ജിന്നെ ആ കസേര ഒന്ന് എടുത്തേരോ, ജിന്നെ ആ കസേര ഒന്ന് എടുത്തേരോ. ഇത് പൊക്കാൻ ഈ വണ്ടി നമ്മൾ തൽക്കാലം ഇവിടെ ബ്ലോക്കായി പോയി എന്ന് വിചാരിച്ചോളൂ. ഇതൊന്ന് തള്ളി മാറ്റാൻ നമ്മൾ എല്ലാവരും വിളിക്കും. ആ വിളിക്കുന്ന കൂട്ടത്തിൽ പറയാൻ, ജിന്നെ ഈ വണ്ടി ഒന്ന് തള്ളാൻ എന്നെ സഹായിക്കോ. മനുഷ്യന് കഴിയുന്ന കാര്യം, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഫഹാദാ ഹറാം, ഇത് ഹറാമയാവും, ശിർക്കാവൂല. ഇത് ഹറാമയാകൂ, ശിർക്കാവില്ല. എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിനോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഈ വാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ നടത്തുന്ന ആരോപണമാണോ? നിങ്ങൾ ആരോപണം ആണ് എന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു കാര്യം പറയുന്നു ഉസ്താദെ, നിങ്ങൾ ഈ കാണിച്ച ഈ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ടുള്ള ഈ കാര്യം എൻ്റെ തരിക. നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങളെ ഫോണിൽ ഫോട്ടോ എടുത്തോളൂ, ചോദിച്ചിട്ട് ഇതിന്റെ വിശദീകരണം നൽകാം. മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, ചോദിച്ചോളൂ. ഏതായാലും ഈ കത്ത് സത്യമാണെങ്കിൽ, ഈ കത്ത് സത്യമാണെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ആരോപണമല്ല നിങ്ങൾക്ക് ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു കാര്യമുണ്ട്. ഒന്ന്, ഹിലാൽ ദർശനവുമായി ബന്ധപ്പെട്ടാണ്, പിറ കാണലുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ ഈ തെക്കൻ കേരളത്തിൽ ഈ വടക്ക് മലബാർ മേഖലയിൽ വാസ്കോഡി ഗാമ വന്നിറങ്ങിയ കാപ്പാട് കടലുണ്ടി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്, അദ്ദേഹം കണ്ടാൽ മാത്രമേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നോമ്പ് പിടിക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ വകുപ്പുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ബഹുമാന്യനായ ഹനീഫ് കായിക്കോട് ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയാണ് നിങ്ങൾ വ്യക്തമായി ലോകത്ത് പെരുന്നാളിൻ്റെ ദിവസം നോമ്പ് പിടിപ്പിച്ച് ഒരു സമൂഹത്തിന് നിങ്ങൾ ഹറാമ് ചെയ്യിപ്പിക്കുകയല്ലേ? കാരണം പ്രാദേശിക കാഴ്ച വേണമെന്ന് എവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഉള്ളത്? ഒന്ന്, നവമി ഇമാം റഹ്മത്തുള്ളാഹിയുടെ ഹദീസാണ് നിങ്ങൾ വിശദീകരിക്കുന്നതെങ്കിൽ, ഹദീസല്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് പറയുന്നതെങ്കിൽ, ആ നവവി ഇമാം റഹ്മത്തുള്ളാഹി തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളത് 23 റക്അത്ത് തറാവീ വേണമെന്ന്? ആ നവവി ഇമാം റഹ്മത്തുള്ളാഹി തന്നെ അല്ലേ പറഞ്ഞത് സുബഹിക്ക് ശേഷം കുനൂത്ത് വേണമെന്ന്? എന്തുകൊണ്ട് എടുക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ സംഘടനാ സങ്കുചിത ചിന്തകൾക്ക് വേണ്ടി ഉമ്മത്തിനെ കൊണ്ട് നിങ്ങളും ഹറാമ് ചെയ്യിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ, ഒരു പണ്ഡിതൻ, ബഹുമാന്യനായ സുബൈർ മൗലവി പറഞ്ഞതുപോലെ ഈ സംഘടന തിന്മയല്ലേ? എൻ്റെ ചോദ്യം തീർന്നു. ശരി, ഏതായാലും അൽഹംദുലില്ലാ ഈ പരിപാടി ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വിസ്ഡം വിഭാഗം പ്രവർത്തകർ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് മുജാഹിദുകൾ ഇത് ആരോപണം ഉന്നയിക്കുന്നു എന്ന്. ചോദ്യകർത്താവ് ഇവിടത്തേക്ക് കടന്നു വന്നതും ഈ ആരോപണമാണ് നമ്മൾ പറയുന്നത് എന്ന വിശ്വാസത്തോടു കൂടിയാണ്. അദ്ദേഹത്തിന് വിസ്ഡം വിഭാഗത്തിന്റെ നേതാക്കൾ എഴുതിയ കത്ത് കണ്ടപ്പോൾ അദ്ദേഹം അത് വിശദമായി പഠിക്കാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ആ കത്ത് സത്യമാണ് എന്നതുകൊണ്ടാണ് ഞാനിവിടെ കാണിച്ചത്. അത് സത്യമാണെങ്കിൽ ആരോപണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഇത് ആരോപണമല്ല എന്ന് വ്യക്തമാണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം മാസപ്പിറവിയായി ബന്ധപ്പെട്ടതാണ്. മാസപ്പിറവിയായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ മാസം കണ്ടാൽ തെക്കൻ കേരളത്തിൽ പെരുന്നാളാക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ആ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കിയത് ഊറ്റുകുഴിയിൽ സ്ഥാപിക്കപ്പെട്ട കേരള സലഫി സെന്ററും അന്ന് സംസ്ഥാന സംഘടന നിയോഗിച്ച അവിടുത്തെ ഒരു ഇമാമ് എന്ന നിലയിൽ ഞാനുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം മാസപ്പിറവി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി കേരളത്തിൽ പെരുന്നാളാണ് എന്ന് ഹിലാൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു. പക്ഷെ ഇവിടെ അന്ന് പാളയം പള്ളിയിലെ ഇമാം പെരുന്നാളല്ല എന്ന പ്രസ്താവന എഴുതി കൊടുത്തു പോയി. നമ്മൾ ആലോചിച്ചു എന്ത് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ബഹുമാന്യനായ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. സർ, ഇവിടെ പെരുന്നാളല്ല എന്നാണ് ഇവർ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? AP എന്നോട് പറഞ്ഞ വാചകം, ഹനീഫെ, നമ്മളുടെ സംഘടനയുടെ പേര് കേരള ഹിലാൽ കമ്മിറ്റി എന്നാണ്, മലബാർ ഹിലാൽ കമ്മിറ്റി എന്നല്ല. കേരളത്തിന്റെ ഭാഗമായി എവിടെയൊക്കെ മുജാഹിദുകളുണ്ടോ അവർക്കൊക്കെ നാളെ പെരുന്നാളാണ്, നീ പ്രഖ്യാപിച്ചോ. അങ്ങനെയാണ് നമ്മളിവിടെ പെരുന്നാൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് വടക്കൻ കേരളത്തിൽ മാസം കണ്ടാലും തെക്കൻ കേരളത്തിൽ പെരുന്നാളാകുന്ന ഒരവസ്ഥ ഉണ്ടായത്. പിന്നെ വന്ന ഒരു ഇമാമും വടക്കൻ കേരളത്തിലാണ് മാസം കണ്ടത്, നമുക്ക് തെക്കന്റെ മാസം കാണണം എന്ന ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ഐക്യം ഉണ്ടാക്കിയത് മുജാഹിദുകളാണ് എന്നർത്ഥം. ഇനി രണ്ടാമത്തേത് ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വാദമുള്ള ആളുകളും അതിന് അനുയോജ്യമായ ന്യായീകരണങ്ങൾ നടത്തുന്നത്. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. നിങ്ങൾ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക. ഈ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക എന്ന ഹദീസ് അത് പ്രാദേശിക കാഴ്ചക്ക് തെളിവാണ് എന്ന് പ്രാദേശികമായ കാഴ്ചയെ അവലംബിക്കുന്ന ആളുകളും അതേപോലെ ഒറ്റ കാഴ്ചയെ അവലംബിക്കുന്നവരും പറയുന്നു. ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ വിചാരിക്കുക ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമാണെന്നാണ്. അല്ല, കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ഇത് സംഘടന തിന്മയാണ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ലോകത്ത് സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരായി ഇന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന മരണപ്പെട്ടു പോയ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ല, ഇവരോടൊക്കെ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോ പ്രാദേശിക കാഴ്ചയെ അവലംബിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഷെയ്ഖ് ഹുസൈമീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലുള്ള അംബാസഡർമാർ ചോദിക്കാൻ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിൽ ഇവിടത്തേതായ മാസപ്പിറവിയുണ്ട്. അവർ ചോദിക്കുന്ന അറഫ നോമ്പിനെ പറ്റിയാണ്. ഇവിടത്തേതായ മാസപ്പിറവിയുണ്ട്, എന്നാൽ ഞങ്ങളുടെ നാട് സൗദി അറേബ്യ ആണല്ലോ. ആ സൗദി അറേബ്യയിൽ അറഫ നോമ്പ് എന്നാണോ? അറഫ 9 ആവുന്ന അന്ന് ഞങ്ങൾക്ക് അറഫ 9 ആയിക്കൊള്ളണമെന്നില്ല. ഞങ്ങൾ എന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? സൗദി അറേബ്യയിൽ നോമ്പാകുന്ന അന്നാണോ, അതല്ല ഇവിടുത്തെ പ്രാദേശിക മാസം കാഴ്ചയെ പരിഗണിക്കുന്ന അന്നാണോ? ഷെയ്ഖ് ഹുസൈമീൻ പറയുന്ന മറുപടി, നിങ്ങൾ അവിടുത്തെ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചാണ് എന്നാണ്. ഷെയ്ഖ് ഹുസൈമീൻ KNMന്റെ പ്രസിഡന്റും KJയുടെ സെക്രട്ടറിയും ഒന്നും ആയതുകൊണ്ടല്ല, സംഘടന സങ്കുചിതത്വം ബാധിച്ചത് കൊണ്ടല്ല ഷെയ്ഖ് ഹുസൈമീൻ അങ്ങനെ ഫത്വ കൊടുത്തത്. അതിന് അദ്ദേഹം പറയുന്ന തെളിവുദ്ധരിക്കുന്ന ഹദീസുകളും സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചത്. രണ്ടാമത്തേത്, ഇമാം നവവി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ല.
ഇമാം നവവി അഭിപ്രായം പറയുന്നത് ഇബ്നു ബാസ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഷാമിലേക്ക് യാത്ര പോയിരുന്ന ഒരാൾ തിരിച്ചു വരികയാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോ മദീനയിൽ നോമ്പ് ഒരു ദിവസം പുറകിലാണ്. അദ്ദേഹത്തോട് ഇബ്നു അബ്ബാസ് ചോദിച്ചു, എന്തൊക്കെയാ അവിടെയുള്ള വിവരങ്ങൾ? അവിടുത്തെ അബുൽ ഫദ്ലിനോട് ചോദിക്കാൻ, എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ? അദ്ദേഹം പറഞ്ഞു, പിന്നെ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അവിടെ ഞങ്ങള് റമദാന്റെ മാസപ്പിറവി വെള്ളിയാഴ്ചയാണ് കണ്ടത്. മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടു, വേറെ പലരും കണ്ടു, ഞാനും കണ്ടു. അതുകൊണ്ട് അവിടെ വെള്ളിയാഴ്ച നോമ്പാക്കി. പക്ഷെ ഇവിടെ മദീനയിൽ ശനിയാഴ്ചയാണ് കാണുന്നത്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇവിടെ ഞങ്ങൾ കണ്ടതനുസരിച്ചാണ് ഞങ്ങളുടെ പെരുന്നാൾ, ഞങ്ങൾ കണ്ടതനുസരിച്ചാണ്, ഞങ്ങളുടെ കാഴ്ചയനുസരിച്ചാണ് ഞങ്ങളുടെ പെരുന്നാൾ. അപ്പൊ ഈ സഹാബ് ഖുറൈബ് റളിയല്ലാഹു അൻഹു ഈ സഹാബിയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, അല്ല നിങ്ങൾക്ക് മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇങ്ങനെയാണ് അള്ളാഹിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതിനനുസരിച്ചാണ്, അല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യേണ്ടതില്ല, നോമ്പും പെരുന്നാളും ആക്കേണ്ടതില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രാദേശിക കാഴ്ചക്ക് പരിഗണന നൽകുന്നത്. ഒന്ന്, ഖുർആൻ ഹദീസിന്റെ പിൻബലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയതിന് പിൻബലമുണ്ട്. അതേപോലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികരായ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പിൻബലമുണ്ട്, ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പിൻബലമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ഐക്യമുണ്ടാകുന്നതും ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനൊക്കെ പുറമെ അല്ലേ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ദുരവസ്ഥയുണ്ട് മാസപ്പിറവിയുടെ വിഷയത്തിൽ. റമദാൻ 28 അന്ന് മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്നു. അസ്തമിച്ചു പോയ ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസ്തമിച്ചു പോയ ചന്ദ്രനെ കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പെരുന്നാളാന്ന് പറഞ്ഞിരുന്നു, നോമ്പാന്ന് പറഞ്ഞിരുന്നു. ആ അവസ്ഥക്കൊക്കെ മാറ്റം വരുത്തിയത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്, ഹിലാൽ കമ്മിറ്റിയാണ്. ആ ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനത്തെ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം മതസംഘടനകളും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഐക്യമുണ്ടായത്. ഇപ്പൊ ഐക്യം ഇല്ലാതാക്കിയതാരാ? ഇപ്പറഞ്ഞതുപോലെ സൗദി അറേബ്യയിൽ നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടരും, അതേപോലെ തന്നെ കലണ്ടറിൽ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന വേറൊരു കൂട്ടരുമാണ്. രണ്ടു കൂട്ടർക്കും പ്രമാണങ്ങളുടെ പിൻബലമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണത്തിന്റെ പിൻബലമുണ്ട്, ഹദീസിന്റെ പിൻബലമുണ്ട്, ഹദീസ് കേട്ട സഹാബികൾ പറഞ്ഞ അഭിപ്രായത്തിന്റെ പിൻബലമുണ്ട്, അതേപോലെ പൗരാണിക പണ്ഡിതന്മാരുടെ പിൻബലമുണ്ട്, ആധുനിക പണ്ഡിതന്മാരുടെയും പിൻബലമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ ഈ നിലപാട് സ്വീകരിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ് മോനെ, ഒരു കാര്യമാണ് പറയാൻ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ ഒരാശയം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ആ ആശയം ഇമാം നബവിയുടെ ഒരു ഉദ്ധരണി എടുത്തുകൊണ്ടല്ലേ നിങ്ങൾ ഇതിനെ സ്ഥാപിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇമാം നബവി പറഞ്ഞ 23 റക്അത്ത് നിങ്ങൾ സ്വീകരിക്കണ്ടേ? സുബഹിന്റെ കുനൂത്തും നിങ്ങൾ സ്വീകരിക്കണ്ടേ? അതൊന്നും സ്വീകരിക്കാതെ ഇത് മാത്രം നിങ്ങൾ സ്വീകരിക്കണം എന്താണ്? അത് ശരിക്കും ഈ അടുത്തുണ്ടായൊരു രോഗമാണത്. എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. അതായത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അയാൾ പറഞ്ഞ വിഷയം നമ്മൾ സ്വീകരിച്ചാൽ അയാൾ പറഞ്ഞതെല്ലാം സ്വീകരിക്കണം എന്ന ഒരു അസ്ല് ഈ അടുത്ത കാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വിടാൻ. അത് ശരിക്കും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷമുള്ള ഒരു കണ്ടുപിടുത്തമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്? അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? അഹ്ലുസുന്നയുടെ നിലപാട്, ഒരു പണ്ഡിതൻ പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ആ പണ്ഡിതനെ അന്ധമായി സ്വീകരിക്കുക എന്നത് അഹ്ലുസുന്നയുടെ നിലപാടേ അല്ല. യഥാർത്ഥത്തിൽ നമ്മൾ പണ്ഡിതന്മാരുടെ വാക്ക് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ വലിയൊരു പണ്ഡിതനാണ്, അയാൾ ആ നാട്ടിലെ പ്രഗത്ഭനാണ്, അയാൾക്ക് വലിയ തലപ്പാവുണ്ട്, അയാൾക്ക് വലിയ കുപ്പായുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് വലിയ താടിയുണ്ട്. ഇതൊന്നും പരിഗണിച്ചിട്ടല്ല. പിന്നെന്താ? അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു അസ്ലുണ്ട്. ആ അസ്ല് അള്ളാഹുവിൻ്റെ ഖുർആൻ വിശദീകരിച്ച വാചകമാണ്. ആ ഖുർആനിൻ്റെ ആശയത്തെ, ഖുർആനിൻ്റെ
വിശദീകരണത്തെ ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വാക്യം ചുരുക്കി പറയാം. ഇദാ വാഫഖൽ ഖുർആന വസ്സുന്നത ഖബിലൂഹു വഇദാ ഖാലഫ ദാലിക, അള്ളാഹുവിൻ്റെ ഖുർആനിനോടും പ്രവാചകന്റെ ചര്യയോടും യോജിച്ച് വന്നാൽ അതിനെ സ്വീകരിക്കും. അതിനെതിരാണോ, എതിരായാൽ ആ എതിരായ വർത്തമാനമാണ് ഒരു പണ്ഡിതൻ പറയുന്നതെങ്കിൽ അത് എവിടുന്നാണ് ഉണ്ടായത് അങ്ങോട്ട് തള്ളപ്പെടും, അത് സ്വീകരിക്കൂല. ഇമാം നബവി പറഞ്ഞ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രമാണങ്ങളോട് യോജിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് സ്വീകരിച്ചു. അതേസമയത്ത് സുബഹിന്റെ ഖുനൂത്ത് അദ്ദേഹം പറയുന്നത് ദുർബലമായ ഹദീസിനെ സ്ഥാപിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് സ്വീകരിക്കില്ല. 23 റക്അത്ത് തറാവീഹ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ദുർബലമായ ഹദീസുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്, അതുകൊണ്ട് സ്വീകരിക്കില്ല. അതേസമയത്ത് ഖുനൂത്ത് സ്വഹീഹായ റിപ്പോർട്ടിലൂടെ സ്ഥാപിച്ചിട്ടുണ്ടോ, അത് സ്വീകരിക്കും നമ്മൾ. കാരണം നമ്മൾക്ക് അഹ്ലു സുന്നയുടെ നിലപാട് ഒരു പണ്ഡിതന്റെ വർത്തമാനത്തിലെ വാചകങ്ങളല്ല, അദ്ദേഹം പറയുന്ന വാചകത്തിന് അദ്ദേഹം ഉദ്ധരിച്ച ദലീലുകളാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ല പറഞ്ഞതിന് സമ്പൂർണമായി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല നമ്മൾ. ഇമാം ശാഫിഈ പറഞ്ഞത് സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ, ഖബിലൂ, അത് സ്വീകരിക്കും. ഇല്ലെങ്കിൽ മർദൂദുൻ, തള്ളപ്പെടും. അത് തള്ളപ്പെടുമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ശാഫിഈ മദ്ഹബിലെ പള്ളികളിൽ മുഴുവനും സുബഹി നമസ്കാരത്തിന് വേണ്ടി വാങ്ങുകൊടുക്കുമ്പോൾ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നു, നമ്മൾ കേൾക്കുന്നു. ഷാഫി ഇമാം പറഞ്ഞത് അത് പാടില്ല, കറാഹത്താണ് എന്നാണ്, എനിക്കിഷ്ടല്ല എന്നാണ്, വെറുക്കുന്നു എന്നാണ്. എന്നാൽ ഇമാം നബി പറഞ്ഞു അല്ല, സ്വഹീഹായ ഹദീസുണ്ട്. ഇമാം ഷാഫി പറഞ്ഞതല്ല ശരി, സ്വഹീഹായ ഹദീസിൽ തസ്ബീബിനുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ ക്രൈറ്റീരിയ. അപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞത് അബദ്ധമാണ് എന്നതുകൊണ്ട് അയാൾ പറഞ്ഞത് എല്ലാം അബദ്ധമാവുക എന്നത് ശരിയല്ല. അയാൾ പറഞ്ഞത് എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നോക്കിയിട്ടാണ് സ്വീകരിക്കലും തള്ളലും. ഈ അടുത്ത കാലത്ത് ചില ആളുകൾക്ക് പിടിപെട്ട രോഗമാണ്, ഒരു പണ്ഡിതൻ പറഞ്ഞത് അത് തെറ്റാണെങ്കിൽ അതിനെ ബാക്കി മുഴുവനും തെറ്റാവണ്ടേ, ബാക്കി മുഴുവനും തള്ളണ്ടേ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഇമാമിങ്ങളെയോ പണ്ഡിതന്മാരെയോ അല്ല പിൻപറ്റുന്നത്, അവരുദ്ധരിച്ച വിഷയത്തിലെ പ്രമാണത്തെ മാത്രമാണ്.